നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കയെ കണ്ണീരിലാക്കി വീണ്ടും വിമാനാപകടം. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ജെറ്റ് വെള്ളിയാഴ്ച വൈകുന്നേരം വടക്ക് കിഴക്കൻ ഫിലാഡൽഫിയ പരിസരത്ത് തകർന്നു വീണ് ഒരു കുട്ടിയടക്കം 6 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ജെറ്റ് റെസ്ക്യൂ എയർ ആംബുലൻസിന്റെ ലിയർജെറ്റ് 55 വിമാനം. നിരവധി വീടുകൾക്ക് തീപിടിച്ചു. മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് അവതരണത്തിൽ ആദായ നികുതിയിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തി. ബജറ്റിൽ സ്ത്രീകൾക്ക് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചു. വനിതാ സംരംഭകർക്ക് 2 കോടി വരെ വായ്പ. AI വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം. ഇതിനായി 500 കോടി വകയിരുത്തി. കുംഭമേളയിലെ ദുരന്തം. ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം ബഹിഷ്കരിച്ച പ്രതിപക്ഷം. നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിദേശത്ത് വച്ച് വിദേശീയ വിവാഹം കഴിക്കുന്ന ഇന്ത്യക്കാർക്ക് പണി വരുന്നു. ഇന്ത്യക്കാർ വിദേശത്ത് വച്ച് വിദേശീയ വിവാഹം ചെയ്താൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇവിടെ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്നും കേരള ഹൈക്കോടതി. അതിന് ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്നും ഹൈക്കോടതി. ഓസ്ട്രേലിയയിലെ വടക്കൻ ക്വീൻസ്ലാൻഡിന് ചുറ്റും 2 ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. അടുത്ത 24 മണിക്കൂർ നിർണായകം. ക്വീൻസ്ലാൻഡിൽ കനത്ത മഴ. 2ാം ഘട്ട വെള്ളപ്പൊക്കത്തിന് സാധ്യത. ബെൽജിയത്തിൽ 7 മാസത്തെ നീണ്ട ചർച്ചകൾക്ക് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്നു. ഫ്ലെമിഷ് കൺസർവേറ്റീവ് ബാർട്ട് ഡി വെവറിന്റെ നേതൃത്വത്തിൽ 5 ബെൽജിയൻ പാർട്ടികൾ വെള്ളിയാഴ്ച സഖ്യകരാറിൽ ഏർപ്പെട്ടു. തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോടെയുള്ള മൈഗ്രേഷൻ നയം കർശനമാക്കാനുള്ള കുടിയേറ്റ ബിൽ തള്ളി ജർമ്മൻ പാർലമെന്റ്. 2050 ഇംഗ്ലണ്ടിലെ കൃഷിയിടങ്ങൾ 10% താഴെ കുറയുമെന്ന് പരിസ്ഥിതി സെക്രട്ടറി സ്റ്റീവ് റീഡ്. ഭൂവിനിയോഗ മാറ്റത്തിനായുള്ള ഗവൺമെന്റിന്റെ ബ്ലൂ പ്രിന്റ് വെള്ളിയാഴ്ച പുറത്തിറക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആം ആദ്മി സിറ്റിംഗ് MLA-മാരുടെ കൂട്ടരാജി. സീറ്റ് നിഷേധിച്ചത് 8 MLA-മാരുടെ രാജിക്ക് കാരണം. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 4ാം T20 മത്സരത്തിൽ ത്രില്ലർ വിജയം നേടിയാണ് സൂര്യകുമാർ യാദവും സംഘവും പരമ്പര ഉറപ്പിച്ചത്. അമേരിക്കയിൽ വീണ്ടും വിമാനാപകടം. ഒരു മെഡിക്കൽ ട്രാൻസ്പോർട്ട് ജെറ്റ് വെള്ളിയാഴ്ച വൈകുന്നേരം വടക്ക് കിഴക്കൻ ഫിലാഡൽഫിയ പരിസരത്ത് തകർന്നു വീണ് 6 പേർ മരിച്ചു. അപകടത്തിൽ നിരവധി വീടുകൾക്ക് തീപിടിക്കുകയും ചെയ്തു. ലിയർജെറ്റ് 55 വിമാനത്തിലുണ്ടായിരുന്ന രോഗിയായ ഒരു കുട്ടിയും അമ്മയും മറ്റ് 4 ജീവനക്കാരും മരണമടഞ്ഞതായി വിമാനം ഓപ്പറേറ്റ് ചെയ്തിരുന്ന ജെറ്റ് റെസ്ക്യൂ എയർ ആംബുലൻസിന്റെ വക്താവായ ഷാൻ ഗോൾഡ് പറഞ്ഞു. മെക്സിക്കോയിലെ ടിജുവാനയിലേക്ക് മടങ്ങുകയായിരുന്നു രോഗിയായ പെൺകുട്ടി. അമ്മ, പൈലറ്റ്, കോ പൈലറ്റ്, ഒരു ഡോക്ടർ, ഒരു പാരാമെഡിക്കൽ എന്നിവരും ഉൾപ്പെടുന്നുവെന്ന് ഗോൾഡൻ പറഞ്ഞു. 3ാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് അവതരണത്തിൽ ആദായ നികുതിയിൽ വൻ ഇളവ് പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തി. മധ്യ ഇടത്തരം കുടുംബങ്ങൾക്ക് വൻ ആശ്വാസം. ബജറ്റിൽ സ്ത്രീകൾക്ക് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചു. വനിതാ സംരംഭകർക്ക് 2 കോടി വരെ വായ്പ നൽകും. പ്രഖ്യാപനം 5 ലക്ഷം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടും. കൂടാതെ ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരം ഒരുങ്ങുമെന്നും ഹോം സ്റ്റേക്കായി മുദ്ര ലോണുകൾ നൽകുമെന്നും പ്രഖ്യാപനം. സ്വകാര്യ പങ്കാളിത്തത്തോടെ 50 ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കും. നിലവിലെ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ഉയർത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. AI വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ഇതിനായി 500 കോടി വകയിരുത്തി. മെഡിക്കൽ കോളേജുകളിൽ 10,000 സീറ്റുകൾ കൂട്ടി. 2014 ശേഷം തുടങ്ങിയ 5 IIT-കൾക്ക് അധിക ഫണ്ട് വകയിരുത്തി. പാലക്കാട് IIT ഉൾപ്പെടെയുള്ളവർക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് അനുവദിച്ചതായും ബജറ്റിൽ പ്രഖ്യാപിച്ചു. അടുത്ത വർഷത്തേക്ക് IIT, IISc ഗവേഷണത്തിനായി 10,000 PM റിസർച്ച് സ്കോളർഷിപ്പ് നൽകും. സ്റ്റാർട്ടപ്പിൽ 27 മേഖലകൾ കൂട്ടിയെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. 3ാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. 3ാം മോദി സർക്കാരിന്റെ കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് ശ്രദ്ധയും പരിഗണനയും. ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതീഷ് കുമാറിന്റെ JDU-വിന് വലിയ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചു. ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുമെന്ന് തുടർച്ചയായ 8ാം ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ഈ ബോർഡ് മഖാന കർഷകർക്ക് കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടാൻ സഹായിക്കും. സിവിൽ ഏവിയേഷൻ മുന്നേറ്റത്തിന്റെ ഭാഗമായി ബീഹാറിലും ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതായി സീതാരാമൻ അറിയിച്ചു. മിഥിലാഞ്ചൽ മേഖലയിൽ കനാൽ പദ്ധതിയും അവർ പ്രഖ്യാപിച്ചു.
വിദ്യാഭ്യാസ മേഖലയിൽ പട്നയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞു. ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിർമ്മല അവതരണത്തിനായി എഴുന്നേറ്റപ്പോൾ മുതൽ പ്രതിപക്ഷം ബഹളം തുടങ്ങിയിരുന്നു. ശേഷമായിരുന്നു ഇറങ്ങിപ്പോക്ക്. കുംഭമേളയിലെ ദുരന്തം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ബജറ്റിനേക്കാൾ പ്രാധാന്യം കുംഭമേളയ്ക്കിടെ ഉണ്ടായ ദുരന്തത്തിനാണ് എന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ഇന്ത്യക്കാർ വിദേശത്ത് വച്ച് വിദേശിയെ വിവാഹം ചെയ്താൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇവിടെ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്നും അതിന് ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം നടപടിയെടുക്കണമെന്നും കേരള ഹൈക്കോടതി. 2014 ഇന്തോനേഷ്യൻ വിവാഹിതരായ തൃശൂർ സ്വദേശി വിപിനും ഇന്തോനേഷ്യക്കാരിയായ മാധ്യ സുഹാർത്തികയും നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ജസ്റ്റിസ് CS ഡയസിന്റെ ഉത്തരവ്. ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം ഹർജിക്കാർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യമൊരുക്കാൻ കോടതി നിർദ്ദേശിച്ചു. നാട്ടിൽ സ്ഥിരതാമസമാക്കിയ ദമ്പതികൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹ രജിസ്ട്രേഷന് അപേക്ഷ നൽകിയിട്ട് നടക്കാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിച്ചത്. വിവാഹം നടത്തിയത് ഇന്തോനേഷ്യയിലെ സിവിൽ നിയമപ്രകാരമാണെന്നും ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിലുള്ളവർക്കുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് ബാധകമെന്നും കോടതി കൂട്ടിച്ചേർത്തു. ഓസ്ട്രേലിയയിലെ വടക്കൻ ക്വീൻസ്ലാൻഡിന് ചുറ്റും 2 ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. അടുത്ത 24 മണിക്കൂർ നിർണായകമാകും. ക്വീൻസ്ലാൻഡിൽ കനത്ത മഴ തുടരുന്നതിനാൽ 2ാം ഘട്ട വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. വളരെ ഗുരുതരവും അപകടകരവുമായ അവസ്ഥ പ്രതീക്ഷിക്കുന്നതായി ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തിന്റെ വടക്ക് ഭാഗത്ത് വെള്ളപ്പൊക്കം അടുത്തയാഴ്ച പകുതി വരെ തുടരും. ടൗൺസ്വില്ലിലുടനീളം 6 പ്രാന്തപ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ ഇറക്കുമതിക്ക് താരിഫ് ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇത് US-ഉം വലിയ 3 വ്യാപാര രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് കളമൊരുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ യൂറോപ്യൻ യൂണിയനെതിരെ കൂടുതൽ താരിഫ് ഇനിയും ചുമത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് 25% താരിഫും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% ലെവിയും നേരിടേണ്ടി വരുമെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞു. ആൻഡ്രൂ രാജകുമാരന്റെ ഉപദേശകൻ ഡൊമിനിക് ഹാംഷെയർ വിവാദ ചൈനീസ് ചാരൻ യാങ് ടെങ് ബോയ്ക്ക് എഴുതിയ കത്ത് പുറത്തു വന്നതോടെ രാജകുമാരനും യാങ്ങും തമ്മിലുള്ള ബന്ധം എത്രത്തോളം അടുപ്പമുള്ളതായി മാറിയെന്ന് വ്യക്തമാകുന്നു. കഴിഞ്ഞ മാസം UK-യിൽ നിന്ന് യാങ്ങിനെ ഒഴിവാക്കാനുള്ള തീരുമാനം ഉൾപ്പെട്ട വിധിന്യായത്തിൽ ഉള്ള കത്തിലെ പരാമർശങ്ങളാണ് പുറത്തു വന്നത്. UK-യിലെ പ്രമുഖ വ്യക്തികളും ചൈനീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ബന്ധം സൃഷ്ടിക്കാൻ ടെങ് ബോയ്ക്ക് കഴിഞ്ഞുവെന്ന് തെളിയിക്കാൻ ഹോം ഓഫീസ് ഈ തെളിവുകൾ ആശ്രയിച്ചിരുന്നു. വിവാദ ബന്ധം പുറത്തു വന്നതോടെ ആൻഡ്രൂ രാജകുമാരൻ യാങ്ങിനെ തള്ളിപ്പറയുകയും ലേബർ സർക്കാർ യാങ്ങിനെ രാജ്യത്തു നിന്ന് പുറത്താക്കുകയും ചെയ്തു. യുനെസ്കോയുടെ ലോക പൈതൃക നഗരമായ ഉക്രൈനിലെ ഒഡസയുടെ മധ്യഭാഗത്ത് റഷ്യൻ സൈന്യം വെള്ളിയാഴ്ച രാത്രി മിസൈലുകൾ വിക്ഷേപിച്ച് ആക്രമണം നടത്തി. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ഇത് ഉക്രൈനിന്റെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വീണ്ടും ചൂണ്ടിക്കാട്ടുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. പരിക്കേറ്റവരെല്ലാം മെച്ചപ്പെട്ട നിലയിലാണെന്നും വൈദ്യസഹായം സ്വീകരിക്കുന്നുണ്ടെന്നും ഒഡസയുടെ റീജിയണൽ ഗവർണർ ഒലഗ് കീപ്പർ പറഞ്ഞു. ബെൽജിയത്തിൽ 7 മാസത്തെ നീണ്ട ചർച്ചകൾക്ക് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്നു. ഫ്ലെമിഷ് കൺസർവേറ്റീവ് ബാർട്ട് ഡി വെവറിന്റെ നേതൃത്വത്തിൽ 5 ബെൽജിയൻ പാർട്ടികൾ വെള്ളിയാഴ്ച സഖ്യകരാറിൽ ഏർപ്പെട്ടു. അടുത്ത കാലത്തായി അദ്ദേഹം ഒരു സ്വതന്ത്ര രാജ്യമാകാനുള്ള ആഹ്വാനത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഡച്ച് സംസാരിക്കുന്ന ഫ്ലാൻഡേഴ്സ് മേഖലയിൽ നിന്ന് ബെൽജിയൻ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ ദേശീയവാദിയാകാൻ തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോടെയുള്ള കുടിയേറ്റ ബിൽ ജർമ്മൻ പാർലമെന്റ് തള്ളി. മൈഗ്രേഷൻ നയം കർശനമാക്കാനുള്ള പദ്ധതി പ്രതിപക്ഷ നേതാവ് ഫ്രെഡറിക് മെർസ് ആണ് AfDയുടെ സഹായത്തോടെ കൊണ്ടുവന്നത്. ഈ ബില്ലാണ് ജർമ്മൻ പാർലമെന്റ് നിരസിച്ചത്. 5 വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതുൾപ്പെടെ 693 MPമാരിൽ 350 പേർ ബില്ല് നിരസിക്കുകയായിരുന്നു. ബുധനാഴ്ചത്തെ പ്രമേയം ജർമ്മനിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ ആദ്യമായാണ് തീവ്ര വലതുപക്ഷത്തിന്റെ സഹായത്തോടെ പാർലമെന്ററി ഭൂരിപക്ഷത്തിലെത്തിയത്. ചാഗോസ് ദ്വീപുകളുടെ നിയന്ത്രണം കൈമാറുന്നതിനുള്ള കരാറിനെക്കുറിച്ച് വെള്ളിയാഴ്ച സ്റ്റാർമർ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാങ്കുലുമായി സംസാരിച്ചു. ദ്വീപുകളെ മാലിന്യത്തിൽ നിന്നും സംരക്ഷിക്കുന്ന കരാർ ഉറപ്പാക്കാനും ദ്വീപ് ശൃംഖലയിലെ UK-US സൈനിക താവളത്തിന് ശക്തമായ സംരക്ഷണം ഉറപ്പാക്കണമെന്നും സ്റ്റാർമർ രാങ്കുലത്തോട് ആവശ്യപ്പെട്ടു. 2050ഓടെ ഇംഗ്ലണ്ടിലെ കൃഷിയിടങ്ങൾ 10% താഴെ കുറയുമെന്ന് പരിസ്ഥിതി സെക്രട്ടറി സ്റ്റീവ് റീഡ്. ഭൂവിനിയോഗ മാറ്റത്തിനായുള്ള ഗവൺമെന്റിന്റെ ബ്ലൂ പ്രിന്റ് വെള്ളിയാഴ്ച പുറത്തിറക്കി. ഇത് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയെ സന്തുലിതമാക്കുന്നതിനും പ്രകൃതി കാർബൺ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കന്നുകാലികളെ വളർത്താൻ ഉപയോഗിച്ചിരുന്ന പുൽമേടാണ് സർക്കാർ പദ്ധതികൾക്ക് കീഴിൽ ഏറ്റവും വലിയ കുറവ് നേരിടുന്നത്. ഈ മാറ്റം കുറച്ച് മാംസം കഴിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും റീഡ് കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സിറ്റിംഗ് MLA-മാരുടെ കൂട്ടരാജിയിൽ ആം ആദ്മി പാർട്ടിക്ക് ആശങ്ക.
സീറ്റ് നിഷേധിച്ച 8 MLA-മാരുടെ രാജി കേജ്രിവാളിനെയും സംഘത്തെയും ആശങ്കയിൽ ആക്കിയിട്ടുണ്ട്. രാജിവെച്ച MLA-മാർ BJP-യിൽ ചേർന്നേക്കുമെന്നാണ് സൂചന. ഇത്തവണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ 20 സിറ്റിംഗ് MLA-മാർക്ക് ആം ആദ്മി പാർട്ടി സീറ്റ് നിഷേധിച്ചിരുന്നു. അതുകൊണ്ട് കൂടുതൽ MLA-മാർ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നേക്കുമെന്നാണ് വിവരം. അതേസമയം രാജിവെച്ച MLA-മാരുമായി BJP ചർച്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ MLA-മാരുടെ കൊഴിഞ്ഞുപോക്ക് തിരിച്ചടിയാകില്ല എന്നാണ് ആം ആദ്മി പാർട്ടി വാദം. സോളാർ കേസിൽ സരിത നായർ ഉൾപ്പെടെ 3 പേരെ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് വെറുതെ വിട്ടു. വിവാദമായ സോളാർ കേസിൽ പ്രതികളായ സരിത നായർ, ബിജു രാധാകൃഷ്ണൻ, മണിമോൻ എന്നിവരെയാണ് കൊയിലാണ്ടി മജിസ്ട്രേറ്റ് അജിത് കൃഷ്ണൻ വെറുതെ വിട്ടത്. കോഴിക്കോട് എരഞ്ഞിക്കൽ മൊകാവൂർ സ്വദേശിയായ വിൻസെന്റ് സൈമൺ എന്നയാൾ നൽകിയ കേസിലാണ് കോടതി വിധി. നെന്മാറ പോത്തുണ്ടിയിലെ ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ നഴ്സിംഗ് പാസ്സായ മൂത്ത മകൾ അതുല്യയ്ക്ക് സർക്കാർ തലത്തിൽ ജോലി നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജോലി ഉടൻ നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെന്നാണ് ചെന്നിത്തല അറിയിച്ചത്. കുട്ടികൾ ഇപ്പോൾ താമസിക്കുന്ന കുഴൽമന്ദത്തിന് അടുത്തുള്ള ചിതലിയിലെ ബന്ധുവീട്ടിലെത്തി ചെന്നിത്തല കുട്ടികളെ ആശ്വസിപ്പിച്ചിരുന്നു. ഇവിടെ വെച്ച് ആരോഗ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചാണ് ചെന്നിത്തല അതുല്യയ്ക്ക് സർക്കാർ ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ടതും മന്ത്രി ഉറപ്പു നൽകിയതും. കൊല്ലപ്പെട്ട സുധാകരന്റെ രണ്ടാമത്തെ മകൾ അഖിലയുടെ വിദ്യാഭ്യാസം വനിതാ വികസന കോർപ്പറേഷൻ ഏറ്റെടുക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 2 ദിവസത്തിനകം ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥർ വീട് സന്ദർശിക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു. സമസ്തയിലെ വിഭാഗീയതയിൽ പരോക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വാഫി വഫിയ വിഷയത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി പ്രചാരണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സമിതി ഉണ്ടെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. സമസ്ത മുഷാവറ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സമിതിയാണിത്. അവരെയും മറികടന്നുള്ള പ്രചാരണത്തിന് ആരും മെനക്കെടേണ്ടതില്ലെന്നും സാദിഖ് അലി തങ്ങൾ ഓർമ്മിപ്പിച്ചു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: 1 പൗണ്ട് 107.48 ഇന്ത്യൻ രൂപ, 1 US ഡോളർ 86.70 രൂപ, 1 യൂറോ 89.69 രൂപ, 1 പൗണ്ട് 1.24 US ഡോളർ. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 4ാം T20 മത്സരത്തിൽ ത്രില്ലർ വിജയം നേടിയാണ് സൂര്യകുമാർ യാദവും സംഘവും പരമ്പര ഉറപ്പിച്ചത്. പൂനെയിൽ നടന്ന മത്സരത്തിൽ 15 റൺസിനാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. 182 റൺസ് വിജയലക്ഷ്യം മറികടക്കാനിറങ്ങിയ ഇംഗ്ലണ്ടിനെ 19.4 ഓവറിൽ 166 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടാക്കി. ഇതോടെ ഒരു മത്സരം ബാക്കി നിൽക്കെ 3-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കയെ കണ്ണീരിലാക്കി വീണ്ടും വിമാനാപകടം. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ജെറ്റ് വെള്ളിയാഴ്ച വൈകുന്നേരം വടക്ക് കിഴക്കൻ ഫിലാഡൽഫിയ പരിസരത്ത് തകർന്നു വീണ് ഒരു കുട്ടിയടക്കം 6 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ജെറ്റ് റെസ്ക്യൂ എയർ ആംബുലൻസിന്റെ ലിയർജെറ്റ് 55 വിമാനം. നിരവധി വീടുകൾക്ക് തീപിടിച്ചു. മോദി സർക്കാരിന്റെ 2ാമത്തെ ബജറ്റ് അവതരണത്തിൽ ആദായ നികുതിയിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തി. ബജറ്റിൽ സ്ത്രീകൾക്ക് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചു. വനിതാ സംരംഭകർക്ക് 2 കോടി വരെ വായ്പ. AI വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം. ഇതിനായി 500 കോടി വകയിരുത്തി. കുംഭമേളയിലെ ദുരന്തം. ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം ബഹിഷ്കരിച്ച പ്രതിപക്ഷം. നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിദേശത്ത് വച്ച് വിദേശീയ വിവാഹം കഴിക്കുന്ന ഇന്ത്യക്കാർക്ക് പണി വരുന്നു. ഇന്ത്യക്കാർ വിദേശത്ത് വച്ച് വിദേശീയ വിവാഹം ചെയ്താൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇവിടെ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്നും കേരള ഹൈക്കോടതി. അതിന് ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്നും ഹൈക്കോടതി. ഓസ്ട്രേലിയയിലെ വടക്കൻ ക്വീൻസ്ലാൻഡിന് ചുറ്റും 2 ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. അടുത്ത 24 മണിക്കൂർ നിർണായകം. ക്വീൻസ്ലാൻഡിൽ കനത്ത മഴ. 2ാം ഘട്ട വെള്ളപ്പൊക്കത്തിന് സാധ്യത. ബെൽജിയത്തിൽ 7 മാസത്തെ നീണ്ട ചർച്ചകൾക്ക് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്നു. ഫ്ലെമിഷ് കൺസർവേറ്റീവ് ബാർട്ട് ഡി വെബറിന്റെ നേതൃത്വത്തിൽ 5 ബെൽജിയൻ പാർട്ടികൾ വെള്ളിയാഴ്ച സഖ്യകരാറിൽ ഏർപ്പെട്ടു. തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോടെയുള്ള മൈഗ്രേഷൻ നയം കർശനമാക്കാനുള്ള കുടിയേറ്റ ബിൽ തള്ളി ജർമ്മൻ പാർലമെന്റ്. 2050 ഇംഗ്ലണ്ടിലെ കൃഷിയിടങ്ങൾ 10% താഴെ കുറയുമെന്ന് പരിസ്ഥിതി സെക്രട്ടറി സ്റ്റീവ് റീഡ്. ഭൂവിനിയോഗ മാറ്റത്തിനായുള്ള ഗവൺമെന്റിന്റെ ബ്ലൂ പ്രിന്റ് വെള്ളിയാഴ്ച പുറത്തിറക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആം ആദ്മി സിറ്റിംഗ് MLA-മാരുടെ കൂട്ടരാജി. സീറ്റ് നിഷേധിച്ചത് 8 MLA-മാരുടെ രാജിക്ക് കാരണം. ഇംഗ്ലണ്ടിനെതിരായ
T20 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 4ാം T20 മത്സരത്തിൽ ത്രില്ലർ വിജയം നേടിയാണ് സൂര്യകുമാർ യാദവും സംഘവും പരമ്പര ഉറപ്പിച്ചത്. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.